ഹലോ നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും വിലോ ക്രിയേഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പെൻ ഹോൾഡർ ആണ്. എല്ലാവരും വീട്ടിലും പെൻ ഹോൾഡർ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി പെൻ ഹോൾഡർ ആണ്. നമ്മൾ ഇന്നൊരു കോഴി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ ഒരു പെൻ ഹോൾഡറും കൂടെയാണ് വെക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പെൻ ഹോൾഡർ. നമ്മളൊരു കോഴി ഉണ്ടാക്കിയിട്ട് അതിൽ ഒരു പെൻ ഹോൾഡറും കൂടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. പിന്നെ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ബലൂൺസാണ് എടുത്തിരിക്കുന്നത്. ഇതിലിപ്പോൾ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബലൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഞാനിതിനെ വീർപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് പേപ്പർ ക്ലേ ആണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പേപ്പർ ക്ലേ ഉണ്ടാക്കുന്ന കാണിച്ചിട്ടില്ലായിരുന്നേ, അപ്പോൾ ഇത്തവണ കാണിക്കുവാണ്. ഇപ്പോൾ ഞാൻ മുട്ടയുടെ ഒരു ട്രോയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തെടുക്കണം. ഇത് നന്നായിട്ട് കുതിർന്നതിന് ശേഷം നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അടിച്ച് ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് ഇത് ഇതുപോലെ കിട്ടും. ഇതിനെ കൈ കൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇതിപ്പോൾ എടുത്തിരിക്കുന്നത് ഞാൻ ഇതുപോലൊരു ബോട്ടിലുള്ള ഒരു ചെറിയൊരു ഫെവിക്കോളാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒഴിക്കാം ആദ്യം. അതിനുശേഷം ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ഉപയോഗിക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിപ്പോൾ ബേബി ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 6 മണിക്കൂറെങ്കിലും നമുക്കിത് സെറ്റാവാനായിട്ട് വെക്കണം. ഇതേപ്പം നന്നായിട്ട് ക്ലേ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല, കണ്ടോ? ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല. നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ക്ലേ ഇപ്പോൾ. ഇനി നമുക്ക് ഈ ബലൂൺ എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ നമുക്ക് ഇങ്ങനെ ക്ലേ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് ആദ്യം ഒരു സ്റ്റാൻഡാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ബാക്ക് നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇൻസുലേഷൻ ടാപ്പിൻ്റെ ഒരു റിങ്ങാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് അത് മൊത്തമായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. നന്നായിട്ട് കവർ ചെയ്തെടുക്കാം നമുക്ക്. അതിനുശേഷം ബലൂണിൻ്റെ മൊത്തം ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഉണക്കിയെടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കണം. ഇവിടെ ഇപ്പോൾ നല്ല മഴയാട്ടോ. ഉണക്കിയെടുക്കൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പുറത്ത് നല്ല മഴയാട്ടോ ഇവിടെ. ഒരു കാര്യം കാണിച്ചു തരാവേ. ഇതേ കണ്ടോ, നല്ല മഴയാണ് പുറത്ത്. ഇതാരൊക്കെ ഇരിക്കുന്നേ നോക്കിക്കേ, ഒത്തിരി പേരുണ്ടല്ലോ. കണ്ടോ, നല്ല മഴയല്ലേ പുറത്ത്. ഇവിടെ ഒരാഴ്ചയായിട്ട് നല്ല മഴയാണ്. എന്തായാലും നമുക്കിതിപ്പോൾ ഉണങ്ങി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബലൂണിൻ്റെ ആവശ്യമില്ല, നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം നന്നായിട്ട് ഉണങ്ങി നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചിറകാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഈ ബലൂണിൻ്റെ ആ ഒരു സൈസിനാണ് ഞാൻ ഈ ഒരു ചിറക് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെടുക്കുന്ന ഒരു അതിനനുസരിച്ച് ചിറക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിന് കട്ട് ചെയ്തിട്ട് അലുമിനിയം ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് ആ ഒരു ഷേപ്പിന് നമുക്ക് ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ ചിറകുണ്ടാക്കി എടുക്കുക. അങ്ങനെ 2 ചിറകുകൾ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ തന്നെ അതിൻ്റെ കാലും കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ തന്നെ ഞാൻ ഒരു കാലിൻ്റെ ഷേപ്പ് കാർഡ്ബോർഡ് വെട്ടിയെടുത്തിട്ട് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അതേ ഷേപ്പിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഇതേ 2 കാലുകൾ കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിറകൊട്ടിച്ചു കൊടുക്കണം.
രണ്ട് സൈഡിലും നമുക്ക് ചിറക് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കാലും ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു കാർഡ്ബോർഡിൻ്റെ റോളാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കഴുത്ത് വരുന്ന ഭാഗത്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആ കഴുത്തിൻ്റെ ആ ഒരു ഷേപ്പും ആ ഒരു വണ്ണമൊക്കെ വേണമല്ലോ കോഴിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അലുമിനിയം ഫോയിൽ പേപ്പർ എടുത്ത് ഇതുപോലെ മടക്കി ആ കഴുത്തിന് ചുറ്റും നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അധികം കട്ടി കൊടുക്കണ്ട, ലൈറ്റായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മളത് ഇതുപോലെ 2 ബോൾസ് എടുത്തിട്ടുണ്ട്. അത് 2 സൈഡിൽ കവിളിൽ ഒട്ടിക്കാനായിട്ടാണ്. ഇത് ഒരു ക്യാപ്പും കൂടെ എൻ്റെ ഹെഡിൽ വെക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇനി നമുക്ക് 2 ബോൾസ് ഈ കവിളിൽ വെച്ച് കൊടുക്കുക. അത് വേറെ ഒന്നിനുമല്ല, നമുക്ക് ആ ഒരു കവിളിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ആ കോഴിയുടെ ക്യൂട്ട്നെസ് എന്ന് പറയുന്നത് ആ കവിളിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി വലിപ്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. തീരെ വലിപ്പം കൂടരുത്, കുറച്ച് ഏകദേശം ഈ ഒരു അളവിൽ തന്നെ മതിയാവും. നമുക്ക് അതോടെ ഒട്ടിച്ചു കൊടുക്കാതെ ഇനി നമുക്ക് ഹെഡിൽ ഈ ഒരു ക്യാപ്പും കൂടെ വെച്ച് കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ പുറത്ത് ക്ലേ അപ്ലൈ ചെയ്ത് കൊടുക്കാം. മൊത്തം കവറാക്കി എടുക്കാം. അതിനായിട്ട് ക്ലേ എടുത്ത് നമ്മളിപ്പോൾ ഒട്ടിച്ചു കൊടുത്ത പേപ്പറിൻ്റെ പുറത്തേക്ക് മൊത്തം കവറാക്കി കൊടുക്കാം. കഴുത്ത് വരുന്ന ഭാഗത്ത് ഇച്ചിരി കട്ടിക്ക് തന്നെ നമ്മൾ ഒട്ടിക്കുമ്പോഴത്തേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാലും നമുക്ക് കറക്റ്റ് ആ ഫേസ് കിട്ടുള്ളൂ. ഇപ്പം നന്നായിട്ട് നമ്മുടെ ആ കോഴിയുടെ ഹെഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം കവളൊക്കെ കണ്ടോ? നമുക്ക് ചിറകിലും കൂടെ ക്ലേ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചിറകിലും കാലിലും ഒക്കെ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാതെ നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ഇതിനെ. ഇപ്പോൾ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കോഴിയുടെ തലയിൽ വരുന്ന ആ പൂവാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനായിട്ട് വീണ്ടും ഞാൻ അലുമിനിയം ഫോയിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് ആ ഒരു തലയിൽ വരുന്ന ആ പൂവിൻ്റെ ആ ഷേപ്പിന് ഉണ്ടാക്കിയെടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ചുണ്ടാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഈ ഒരു ഷേപ്പിന് നമുക്ക് ചുണ്ടുണ്ടാക്കിയെടുക്കാം. ഇത് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കറക്റ്റ് ഒട്ടിക്കുമ്പോഴത്തേക്ക് ആ സെൻറ്ററിൽ തന്നെ ഒട്ടിക്കണം, അല്ലെങ്കിൽ പിന്നെ ശരിയാകത്തില്ല. കറക്റ്റ് നമ്മൾ നോക്കിയിട്ട് വേണം ഒട്ടിക്കുമ്പോഴത്തേക്ക് ഒട്ടിക്കാൻ. നമുക്കിനി അതുകൂടെ ഒട്ടിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി ആ ചുണ്ടിൻ്റെ താഴെ വരുന്ന ആ ബോൾ പോലെ വരുന്നില്ലേ,
അതും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാമേ. ഇത് 2 ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്കൊന്ന് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഉണ്ടാക്കുമ്പോൾ രണ്ടും ഒരേ അളവിൽ ഉണ്ടാക്കരുത്. ഒരെണ്ണം വലുത് ഒന്ന് ചെറുതുമായിട്ട് വേണം ഉണ്ടാക്കാൻ. ഇനി അതുകൂടെ നമുക്ക് ഒട്ടിക്കാം. നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വാലാണ് ഉണ്ടാക്കേണ്ടത്. ഇതെങ്ങനെ ഈ ഒരു ഷേപ്പിന് നമുക്ക് വാലൂടെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഒരു 3 ഉണ്ടാക്കി ഒരുമിച്ച് ഒട്ടിച്ചിട്ട് നമുക്ക് ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ പുറത്തും ക്ലേ അപ്ലൈ ചെയ്ത് ഡ്രൈ ആക്കി എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പുട്ടിയാണ്. ഇനി നമുക്ക് നമ്മുടെ കോഴിയുടെ പുറത്ത് പുട്ടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് പുട്ടിയൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റിങ് ആണ്. നമുക്ക് പെയിൻറ് ചെയ്യാം. അതിനായിട്ട് വൈറ്റ് എടുത്ത് നമുക്ക് നമ്മുടെ കോഴിയുടെ ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു പെൻസിൽ എടുത്തിട്ട് നമ്മുടെ ആ കഴുത്തിൻ്റെ ഭാഗത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. റിങ് പോലെയാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ബ്ലാക്കാണ് ഞാൻ കൊടുക്കാനായിട്ട് പോകുന്നത്. നമ്മൾ നേരത്തെ വരച്ച അതിൻ്റെ താഴോട്ട് ബ്ലാക്ക് നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഈ കാലിൽ ഞാൻ ഓറഞ്ചാണ് കൊടുക്കുന്നത്. കാലിൽ മാത്രമല്ല വാലിലും ചുണ്ടിലും കൂടെ ഞാൻ ഓറഞ്ചാണ് കൊടുക്കുന്നത്. ഇനി ആ പൂവിലും കഴുത്തിൻ്റെ ഭാഗത്ത് വരുന്ന ആ ഒരു ഇതിലും റെഡ് കൊടുക്കാം നമുക്ക്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ബ്രഷിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് വൈറ്റിൽ മുക്കി നമുക്ക് ചെറിയ ചെറിയ ഡോട്ട് കൊടുക്കാം. കുറച്ചുകൂടെ ഭംഗി കിട്ടും അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കോഴിക്ക്. നമുക്ക് അങ്ങനെ ചെറിയ ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കണ്ണാണ് വരച്ചെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം പെൻസിൽ ഉപയോഗിച്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് കണ്ണിന് പെയിൻറ് ചെയ്യാം. അതിന് ഞാൻ ഓറഞ്ചാണ് കൊടുക്കുന്നത്. ഓറഞ്ചും വൈറ്റും കൂടെ മിക്സ് ചെയ്തടിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ബ്ലാക്ക് ഇത്തിരി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് കണ്ണെഴുതി കൊടുക്കാം. ലൈറ്റായിട്ട് നമുക്ക് ആ പീലിയും കൂടെ വരച്ചു കൊടുക്കാം.
ഇപ്പോൾ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞു. നമുക്ക് വാർണിഷും കൂടെ അടിച്ചു കൊടുത്താൽ നമ്മുടെ ഹെന്നിൻ്റെ മേക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു ബോട്ടിലാണ്. ഞാനിപ്പോൾ ഫെവിക്കോളിൻ്റെ ആ ബോട്ടിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഹെന്നിൻ്റെ ആ കൈയുടെ ഇടയിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ പെന്നും പെൻസിലും ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ബ്രഷും പെൻസിലും കളർ പെൻസിലുമാണ് ഇടുന്നത്. ഇപ്പം നമ്മുടെ പെൻ ഹോൾഡർ റെഡിയായി കഴിഞ്ഞു. Bye. Say no.